ലാറ്റിൻ അമേരിക്കൻ രാഷ്ട്രമായ വെനസ്വേലയുടെ പരമാധികാരത്തിന്മേൽ കനത്ത പ്രഹരമേൽപ്പിച്ചുകൊണ്ട് പ്രസിഡന്റ് നിക്കോളസ് മഡുറോയെയും ഭാര്യ സിലിയയെയും അമേരിക്കൻ സൈന്യം ബന്ദിയാക്കിയ സംഭവം ആഗോള രാഷ്ട്രീയത്തിൽ സമാനതകളില്ലാത്ത പ്രതിസന്ധിക്ക് കാരണമായിരിക്കുകയാണ്. ലോകത്തെ ഞെട്ടിച്ച ഈ നീക്കത്തിന് പിന്നാലെ വെനസ്വേലയുടെ ഭരണം ഇനി മുതൽ അമേരിക്ക നേരിട്ട് ഏറ്റെടുക്കുമെന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവന രാജ്യാന്തര തലത്തിൽ വലിയ പ്രതിഷേധങ്ങൾക്കും ആശങ്കകൾക്കും വഴി തുറന്നിരുന്നു. എന്നാൽ ട്രംപിന്റെ ഈ തീവ്ര നിലപാട് തിരുത്തിക്കൊണ്ട് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. വെനസ്വേലയുടെ ഭരണം പിടിച്ചെടുക്കാനോ രാജ്യം നേരിട്ട് ഭരിക്കാനോ അമേരിക്കയ്ക്ക് ഉദ്ദേശമില്ലെന്ന് റൂബിയോ വ്യക്തമാക്കി. ട്രംപിന്റെ പ്രസ്താവന ഉയർത്തിയ നയതന്ത്ര പ്രത്യാഘാതങ്ങൾ ലഘൂകരിക്കാനാണ് റൂബിയോയുടെ ഈ വിശദീകരണമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. വെനസ്വേലയുടെ എണ്ണ വിപണിയിൽ കർശനമായ സമ്മർദ്ദം ചെലുത്തി മയക്കുമരുന്ന് കടത്ത് ഉൾപ്പെടെയുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ മാറ്റം കൊണ്ടുവരിക മാത്രമാണ് തങ്ങളുടെ പ്രാഥമിക ലക്ഷ്യമെന്നും അദ്ദേഹം അറിയിച്ചു. അമേരിക്ക ഒരു വിദേശ രാജ്യത്ത് ദീർഘകാലാടിസ്ഥാനത്തിൽ ഭരണം നടത്താൻ മുതിരുന്നത് മറ്റ് ലോകശക്തികളെ പ്രകോപിപ്പിക്കുമെന്ന തിരിച്ചറിവിലാണ് സ്റ്റേറ്റ് സെക്രട്ടറിയുടെ ഈ നയതന്ത്രപരമായ ചുവടുമാറ്റം. അതിസാഹസികമായ ഒരു സൈനിക നീക്കത്തിലൂടെയാണ് മഡുറോയെയും ഭാര്യയെയും അമേരിക്കൻ സേനയുടെ ഭീകരവിരുദ്ധ വിഭാഗമായ ഡെൽറ്റ ഫോഴ്സ് പിടികൂടിയത്. ശനിയാഴ്ച പുലർച്ചെ പ്രാദേശിക സമയം ഏകദേശം 2 മണിയോടെയാണ് വെനസ്വേലൻ തലസ്ഥാനത്തെ പ്രസിഡൻഷ്യൽ കൊട്ടാരത്തിൽ ഡെൽറ്റ ഫോഴ്സ് അതിക്രമിച്ചു കയറിയത്. പ്രസിഡന്റിന്റെ കിടപ്പുമുറിയിൽ പോലും പ്രവേശിച്ചുകൊണ്ടുള്ള ഈ ഓപ്പറേഷൻ വെനസ്വേലൻ സൈന്യത്തെ പോലും സ്പന്ദരാക്കി. ഈ നീക്കത്തിന് തൊട്ടു മുമ്പ് അമേരിക്കൻ വ്യോമസേന വെനസ്വേലയുടെ തന്ത്രപ്രധാനമായ സൈനിക കേന്ദ്രങ്ങളിൽ ശക്തമായ ബോംബാക്രമണം നടത്തിയിരുന്നു. മഡുറോയെയും സിലിയയെയും പിടികൂടിയ വിവരം ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിലൂടെ ലോകത്തെ അറിയിച്ചത്. ഉടൻ തന്നെ അവരെ US വിമാനത്തിൽ ന്യൂയോർക്കിലേക്ക് എത്തിക്കുകയും അവിടെയുള്ള അതീവ സുരക്ഷാ ജയിലായ ബ്രൂക്ലിയർ തടങ്കൽ കേന്ദ്രത്തിലേക്ക് മാറ്റുകയും ചെയ്തു. നാർക്കോ ടെററിസം, കൊക്കൈൻ ഇറക്കുമതിക്കുമായുള്ള ഗൂഢാലോചന, മാരകമായ ആയുധങ്ങൾ കൈവശം വെക്കൽ, അമേരിക്കൻ ഭരണകൂടത്തിനെതിരെയുള്ള ആസൂത്രിതമായ നീക്കങ്ങൾ തുടങ്ങി അതീവ ഗുരുതരമായ കുറ്റങ്ങളാണ് മഡുറോയ്ക്കെതിരെ അമേരിക്ക ചുമത്തിയിരിക്കുന്നത്. ഇന്ന് അദ്ദേഹത്തെ മാൻഹാട്ടനിലെ ഫെഡറൽ കോടതിയിൽ ഹാജരാക്കും. മഡുറോയെ ബന്ദിയാക്കിയ വാർത്ത പുറത്തു വന്നതോടെ വെനസ്വേലൻ ജനങ്ങൾ തെരുവിലിറങ്ങുകയും വലിയ തോതിലുള്ള സംഘർഷങ്ങൾ പൊട്ടിപ്പുറപ്പെടുവിക്കുകയും ചെയ്തു. മഡുറോ അനുകൂലികളും അമേരിക്കൻ അനുകൂലികളും തമ്മിലുള്ള ഏറ്റുമുട്ടലുകളും സൈനിക നടപടികളിലും ഇതിനോടകം 40ഓളം പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. രാജ്യം അരാജകത്വത്തിലേക്ക് നീങ്ങുന്ന പശ്ചാത്തലത്തിൽ ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതി അടിയന്തര യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഒരു പരമാധികാര രാഷ്ട്രത്തിന്റെ തലവനെ മറ്റൊരു രാജ്യം അതിക്രമിച്ചു കയറി പിടികൂടിയത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന ആരോപണം പല രാജ്യങ്ങളും ഉയർത്തുന്നുണ്ട്. എന്നാൽ മയക്കുമരുന്ന് മാഫിയയുടെ തലവനായി മഡുറോ പ്രവർത്തിക്കുന്നുവെന്നും ഇത് അമേരിക്കയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നുമാണ് ട്രംപ് ഭരണകൂടത്തിന്റെ വാദം. നേരത്തെ പത്രസമ്മേളനത്തിൽ സംസാരിക്കവേ വെനസ്വേലയെ ഇനി അമേരിക്ക ഭരിക്കുമെന്നും ദശാബ്ദങ്ങളായി ആ രാജ്യം അനുഭവിക്കുന്ന ദുർഭരണത്തിന് അറുതി വരുത്തി മികച്ച ഭരണം എന്താണെന്ന് ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുമെന്നും ട്രംപ് അവകാശപ്പെട്ടിരുന്നു. 2ാം ലോക മഹായുദ്ധത്തിനു ശേഷം ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ രാഷ്ട്രീയ നീക്കമാണിതെന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. വെനസ്വേലയിൽ ജനാധിപത്യപരമായ ഒരു ഭരണമാറ്റം ഉണ്ടാകുന്നതുവരെ അമേരിക്കൻ അധികൃതർ അവിടെ കാര്യങ്ങൾ നിയന്ത്രിക്കുമെന്നായിരുന്നു ട്രംപിന്റെ പ്രഖ്യാപനം. എന്നാൽ ഇത് വെനസ്വേലയെ മറ്റൊരു അമേരിക്കൻ കോളനിയാക്കി മാറ്റാനുള്ള നീക്കമാണെന്ന വിമർശനവും വ്യാപകമായി. റഷ്യയും ചൈനയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇതിനെതിരെ കടുത്ത ഭാഷയിൽ പ്രതികരിച്ചു. ഈ സാഹചര്യത്തിലാണ് മാർക്കോ റൂബിയോയുടെ വിശദീകരണം വരുന്നത്. വെനസ്വേലയിലെ എണ്ണ ഉൽപാദനവും വിതരണവും നിയന്ത്രിക്കുന്നതിലൂടെ മഡുറോയുടെ സാമ്പത്തിക സ്രോതസ് തടയാനും അതുവഴി ലഹരി മരുന്ന് കടത്ത് കുറയ്ക്കാനുമാണ് തങ്ങൾ ശ്രമിക്കുന്നതെന്നാണ് റൂബിയോ ആവർത്തിക്കുന്നത്. അമേരിക്കൻ അതിർത്തിയോട് ചേർന്നുള്ള ലഹരി മരുന്ന് വ്യാപാരം തടയുന്നതിന്റെ ഭാഗമായാണ് ഈ നടപടിയെന്നും അമേരിക്ക ന്യായീകരിക്കുമ്പോഴും വെനസ്വേലയുടെ എണ്ണ സമ്പത്തിന്മേൽ അമേരിക്കയ്ക്ക് പണ്ടു മുതൽക്കുള്ള കണ്ണാണ് ഈ നീക്കത്തിന് പിന്നിലെ യഥാർത്ഥ പ്രേരണയെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നു. മഡുറോയെ കോടതിയിൽ ഹാജരാക്കുന്നതോടെ നിയമപരമായ പോരാട്ടം തുടങ്ങുമെങ്കിലും വെനസ്വേലയിലെ ആഭ്യന്തര സാഹചര്യം കൂടുതൽ വഷളാകാനാണ് സാധ്യത. അവിടെ തകർന്നടിഞ്ഞ സമ്പദ് വ്യവസ്ഥയും രാഷ്ട്രീയ ശൂന്യതയും എങ്ങനെ പരിഹരിക്കപ്പെടണമെന്ന് വലിയൊരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു. ഐക്യരാഷ്ട്രസഭയുടെ ഇടപെടൽ ഈ പ്രതിസന്ധി പരിഹരിക്കാൻ എത്രത്തോളം സഹായിക്കുമെന്ന് വരും ദിവസങ്ങളിൽ വ്യക്തമാകും. ലോകം മുഴുവൻ ഇപ്പോൾ അമേരിക്കയുടെ അടുത്ത നീക്കത്തിലേക്കും വെനസ്വേലയിലെ അസ്ഥിരതയിലേക്കും ഉറ്റുനോക്കുകയാണ്.